നമസ്കാരം. സ്വർണത്തിൻ്റെ പോക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ ദിവസവും സ്വർണ്ണവില കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി സ്വർണ്ണവില ഔൺസിന് $3000 കവിഞ്ഞിരിക്കുകയാണ്. രാജ്യാന്തര വിപണിയിലെ അനിശ്ചിതത്വങ്ങൾക്കിടയിലും UAE സ്വർണ്ണവില സർവകാല റെക്കോർഡിലെത്തി. ഇന്നലെ 24 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 1 ദിർഹം 75 ഫീൽസ് വർദ്ധിച്ച് 360 ദിർഹം 75 ഫീൽസായി. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 335 ദിർഹം 75 ഫീൽസ് ആണ് നിരക്ക്. തൊട്ടു മുൻപുള്ള ദിവസം 334 ദിർഹം ആയിരുന്നു. 21 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് വില കൂടി 332 ദിർഹത്തിലെത്തിയിട്ടുണ്ട്. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 276 ദിർഹം എന്നതാണ് നിരക്ക്. ആഗോളതലത്തിൽ സാമ്പത്തിക അനിശ്ചിതാവസ്ഥയുണ്ടാകുന്ന സമയത്തെല്ലാം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണവില ഉയർന്നിട്ടുണ്ട്. നിലവിൽ സ്വർണ്ണവില ഉയരാനുണ്ടായ പ്രധാന കാരണം രാജ്യാന്തര വിപണിയിലുണ്ടായ അനിശ്ചിതത്വമാണെന്ന് പറയാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ സംബന്ധിച്ച നയങ്ങൾ വ്യാപാര യുദ്ധത്തിലേക്ക് നയിക്കുമോ എന്നുള്ള ആശങ്ക ഉയർത്തുന്നുണ്ട്. US ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനായി സെൻട്രൽ ബാങ്കുകൾ സ്വർണത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. സാമ്പത്തിക ആയുധമായി ഡോളറിന്റെ ഉപയോഗം കുറയ്ക്കാനായി ഇന്ത്യ, ചൈന, പോളണ്ട്, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ സ്വർണ്ണ നിക്ഷേപം ശക്തിപ്പെടുത്താൻ പ്രേരിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ സെൻട്രൽ ബാങ്ക് സ്വർണം വാങ്ങൽ ഇരട്ടിയാക്കിയിട്ടുണ്ട്. തുടർച്ചയായ സാമ്പത്തിക അനിശ്ചിതത്വങ്ങളും ഉയർന്ന പണപ്പെരുപ്പ നിരക്കും കാരണം സ്വർണത്തിന്റെ ആകർഷണം വർദ്ധിച്ചിട്ടുണ്ട്. പണപ്പെരുപ്പത്തിനും സാമ്പത്തിക മാന്ദ്യത്തിനും എതിരായ ഒരു സംരക്ഷണമായി സ്വർണം നിലകൊള്ളുകയാണ്. ആഗോള വിപണികളുടെ ദുർബലമായ സാമ്പത്തിക സാഹചര്യങ്ങളും വരാനിരിക്കുന്ന മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭയവുമെല്ലാം നിക്ഷേപകർക്ക് സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപമായി മാറിയിരിക്കുകയാണ്. ദുർബലമായ സാമ്പത്തിക വളർച്ച, ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ, വർദ്ധിച്ചു വരുന്ന ചെലവുകൾ എന്നിവ സുരക്ഷിത താവളം എന്ന നിലയിൽ സ്വർണത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിലെ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾക്കിടയിലും സുരക്ഷിത നിക്ഷേപം എന്ന പേര് സ്വർണം സദാ നിലനിർത്തി വരുന്നുണ്ട്. സ്വർണം നിക്ഷേപമായി വാങ്ങുന്നത് ഗുണകരമാകുമെന്നാണ് മിക്കവരുടെയും വിലയിരുത്തൽ. തലമുറകൾ മാറിയെങ്കിലും സ്വർണം വാങ്ങുന്ന പ്രവണതയ്ക്ക് മാറ്റം വന്നിട്ടില്ല. എന്നാൽ ആഭരണമായി വാങ്ങുന്നതിനപ്പുറം നിക്ഷേപമായി വാങ്ങാനാണ് പുതിയ തലമുറ താല്പര്യപ്പെടുന്നത്. ആഭരണമായി വാങ്ങുമ്പോൾ ലൈറ്റ് വെയ്റ്റ്, ദിവസേന ഉപയോഗിക്കാൻ കഴിയുന്ന ആഭരണങ്ങൾ എന്നിങ്ങനെയുള്ളവ പുതിയ തലമുറയുടെ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. അതിനായി മിക്ക ജ്വല്ലറികളിലും പ്രത്യേക വിഭാഗം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ സ്വർണവും സ്വർണ്ണ ETFകളുമെല്ലാം പ്രചാരത്തിലുണ്ടെങ്കിലും സ്വർണം ആഭരണമായി വാങ്ങാനാണ് പലരുടെയും താല്പര്യം. അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണത്തിലും വലിയ കുറവൊന്നും വരുന്നില്ല. നിക്ഷേപക വികാരം ഒരു നിർണായക ഘടകം കൂടിയാണ്. സ്വർണത്തിന്മേൽ ലഭിക്കുന്ന ഈ നേട്ടം നഷ്ടപ്പെടുത്താൻ പലരും ആഗ്രഹിക്കുന്നില്ല. ഉയർന്ന അനിശ്ചിതത്വത്തിന്റെ സമയത്ത് സ്വർണ്ണവില കുതിച്ചുയരുന്നതാണ് മുൻകാല പ്രവണതകളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വില ഇനിയും ഉയർന്നേക്കാം. വില എത്ര കൂടിയാലും സ്വർണത്തിനോടുള്ള പലരുടെയും താല്പര്യം കുറയുന്നില്ല. തലമുറകളായി സ്വർണം നമുക്കൊപ്പമുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.